ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഫുള്ളും ക്ലീനിങ് ഒക്കെ ആയിരുന്നു. ഉച്ച വരെയുള്ള പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉച്ച കഴിഞ്ഞത്തെ പരിപാടികളൊക്കെയാണ് ഇനിയുള്ളത്. അപ്പം തുടയും അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞു. ഇനി ഫുള്ള് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യലാണ്. വലിയ ആഴ്ചയിലേക്കൊക്കെ കിടന്നല്ലോ. അന്നേരം ക്ലീൻ ചെയ്യാമെന്നൊക്കെ കരുതി ഇങ്ങനെ വിൻഡോയുടെ ഇവിടെ നിന്നപ്പോൾ കുറച്ച് പക്ഷികൾ 2 പക്ഷിക്കുഞ്ഞുങ്ങളാണേ അതുങ്ങളെ. അപ്പം അതിൻ്റെ അമ്മ വന്ന് നമ്മുടെ കോലുമന്തലേന്ന് കോവയ്ക്കൊക്കെ കൊത്തി പഴുത്തത് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഇപ്പോൾ വിരിഞ്ഞ് കുറച്ചായി ഇറങ്ങിയിട്ടെന്ന് തോന്നുന്നു. ചെറുതായിട്ടിങ്ങനെ പറക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുഞ്ഞുങ്ങളാണ് വായി വെച്ച ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും രഞ്ജിത്തിൻ്റെ 2 കൂട്ടുകാരൊക്കെ വന്നു. അവർ കൂടുന്ന സ്നാക്സൊക്കെ ആട്ടോ ഇത്. നിങ്ങൾക്കിതിലേതാ ഏറ്റവും ഇഷ്ടമെന്ന് പറയണേ. എനിക്ക് ഉള്ളിവടയാണ്. പിന്നെ കയ്യിലെ നഖമൊക്കെ എൻ്റെ അപ്പടി വളർന്നായിരുന്നേ. ഇപ്പം നഖം വളർത്തലൊന്നുമില്ല. പണ്ടൊക്കെ നെയിലൊക്കെ വളർത്തി നെയിൽ പോളിഷൊക്കെ ഇട്ടുക. ഇപ്പം നെയിലൊക്കെ വളർത്തുമ്പോൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ദേഹത്തൊക്കെ ഇങ്ങനെ മുറിയൊക്കെ ചെയ്യില്ലേ. അതുകൊണ്ട് ഞാൻ നെയിൽ വളർത്തലൊന്നുമില്ല. ആവുമ്പോൾ കട്ട് ചെയ്ത് കളയും. ഇപ്പം ഇത്തിരി കൂടുതൽ വളർന്നു. അപ്പോൾ ഇന്നലെ ജസ്ലിൻ്റെ ദേഹത്ത് ചെറുതായിട്ടൊന്ന് വരഞ്ഞു. അതുകൊണ്ട് കൈയോടെ അതങ്ങ് വെട്ടിയേക്കാം, എന്നിട്ട് അടുത്ത പണിക്ക് കിടക്കാമെന്ന് കരുതിയാൽ. അപ്പം ഞാൻ നെയിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജോവൽ വന്നു. അവർ 2 പേരും അവിടെ ഇരുന്ന് മാതള നാരങ്ങ കഴിക്കുമായിരുന്നു. അപ്പം ജോവലിൻ്റെ കഴിച്ച് കഴിഞ്ഞു. കൈയൊക്കെ ഒന്ന് അവൾ തന്നെ കഴുകിക്കോളൂ കേട്ടോ. എന്നാലും ഞാൻ എന്നെ കണ്ടുകൊണ്ട് കഴുകി തരാൻ പറയും. പിന്നെ ഞാനതൊക്കെ കഴുകി കൊടുത്തു. എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള നഖവും എല്ലാം വെട്ടി ഞാൻ കിച്ചണിലേക്ക് പോകാമെന്ന് കരുതിയാണ്. അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ നോൺ വെജും തീർത്തു. ഇനി വെള്ളിയാഴ്ചയിലേക്ക് കിടന്നതുകൊണ്ട് നോൺ വെജൊന്നും വേണ്ട കരുതിയാണ്. അപ്പോൾ നഖമൊക്കെ ഫുള്ള് വെട്ടി. എന്നിട്ട് നെയിൽ പോളിഷൊക്കെ ഇടണം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ വീട്ടിലെ നോൺ വെജ് എല്ലാം തീർന്നു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ലാസ്റ്റ് ഇത്തിരി ചെമ്മീനും കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി പെസഹയൊക്കെ ആയല്ലേ. അപ്പോൾ എല്ലാം ഒഴിവാക്കി ഫ്രിഡ്ജൊക്കെ ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയാണ്. സാധാരണ ഫ്രിഡ്ജൊക്കെ ഫുള്ള് ആഴ്ചയിലൊന്നൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. എന്നാലും ഇപ്പം നോൺ വെജും എല്ലാം ഇറങ്ങി പെട്ടെന്ന് തന്നെ കാലിയായി. ഒരുവിധം ഫ്രിഡ്ജ് ഫുള്ള് കാലിയായി എന്ന് പറയാം. അപ്പോൾ പിന്നെ എല്ലാം ഒന്ന് നന്നായി ക്ലീൻ ചെയ്യാമെന്ന് കരുതി ഫ്രിഡ്ജിൻ്റെ ഓരോന്നിങ്ങനെ ഡോർ അഴിച്ചെടുത്തിട്ട് തട്ടുകളെല്ലാം കഴുകി ക്ലീൻ ചെയ്തു. പിന്നെയും കുറച്ച് ഐറ്റംസൊക്കെ ഉള്ളൂ, ആവശ്യമുള്ളതൊക്കെ മാത്രം. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എടുത്ത് തുടച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പണി കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണം ഫ്രയറും ഓവനും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. ഇനിയിപ്പോൾ അത്യാവശ്യം കുറച്ച് അച്ചാറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്കമീൻ കേട്ടോ. ഞാൻ ഇങ്ങനെ ഉണക്കമീൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. കഴിഞ്ഞ വട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വട്ടം കൊണ്ടുവന്നപ്പോഴും ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അത് നല്ല ഇതായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. ഇങ്ങനെ കുപ്പിയിലാക്കി അടച്ച് വെച്ച് ആവശ്യത്തിന് പിന്നെ എടുത്താൽ മതി. ഇനി ബാക്കി എന്ന് പറയാൻ 2 മുട്ട മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് 2 മുട്ട കരുതി വെച്ചേക്കാമെന്ന് വെച്ച് അത് ഞാൻ അനക്കാണ്ടങ്ങ് വെച്ചേക്കുന്നതാണ്. അപ്പോഴത്തേക്കും ഫ്രിഡ്ജ് തുറന്നിട്ട് കഷ്ടമായി. ജോലി കണ്ടെന്നേ. അവളപ്പോഴത്തേക്കും കിച്ചണിലോട്ട് വന്നു. ആ ചോക്ലേറ്റ് കണ്ടതിൻ്റെ സന്തോഷമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്നോട് തരാൻ പറയുക, എടുത്തതാന്ന് പറയുക. പിന്നെ അത് പൊട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ ജസ്സും അവിടെ ഇരുന്ന് മാതള നാരങ്ങ കഴിച്ചുകൊണ്ടിരിക്കുക, അറിഞ്ഞിട്ടില്ല. അപ്പോൾ ജോലി ഇപ്പോൾ ഇതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഹാളിൽ നിന്ന് ജസ്ലിൻ ഇങ്ങ് പോരുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ കരുതി തന്നെ നിൽക്കുക, കവർ എടുത്ത് വെച്ചില്ല. അപ്പോഴത്തേക്കും വന്നിട്ട് കണ്ടില്ലേ മാതള നാരങ്ങ തന്നു. അത് വേണ്ടാന്ന് നോക്ക്, ചോക്ലേറ്റ് കണ്ടിട്ടാ. അപ്പം അത് മതിയെന്ന്. പിന്നെ ഇത് ഞാൻ ഇവർക്ക് കളിക്കാൻ വേണ്ടി മേടിച്ചു കൊടുത്ത പാത്രം കേട്ടോ. ഇവർക്ക് ഇങ്ങനെ കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടി മേടിച്ചു കൊടുത്ത പ്ലാസ്റ്റിക് പാത്രമാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് കഴിക്കാനും അത് തന്നെ മതി. അപ്പം ആ പാത്രം വേണ്ട, വേറെ പാത്രം വേണമെന്നാണ് പറഞ്ഞ് കരയുന്നത്. പിന്നെ അവളെ സെറ്റാക്കി വിട്ട് കഴിഞ്ഞ് ഞാൻ ഫ്രയറൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തേ. ഞാൻ ഇതിനെ ഫ്രയർ അഴിച്ചെടുത്തിട്ട് ശരിക്കും സോപ്പിട്ട് തന്നെ നന്നായിട്ട് കഴുകി ലിക്വിഡ് ഇട്ട് കഴുകിയിട്ട് എടുത്തിങ്ങനെ വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരാഴ്ചത്തേക്ക് വറക്കലും പൊരിക്കലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതും ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ ഓവൻ ഞാൻ സാധാരണ എന്നും നൈറ്റൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കാറ്. കാരണം രഞ്ജിത്തിന് എല്ലാ ഫുഡും നല്ല ചൂടോടുകൂടി വേണമെന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഓവനിലെല്ലാം ചൂടാക്കുന്നതല്ലേന്ന് വിചാരിച്ച് എന്നും ക്ലീൻ ചെയ്യാറുണ്ട്. എന്നാലും ചെയ്തൊന്നുകൂടെ. പിന്നെ കുറച്ച് സ്പൂണൊക്കെ ഒന്ന് കഴുകി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. വെള്ളമൊക്കെ വീണ ആ പാത്രമൊക്കെ അടിയിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു കറ പോലെ ഉണ്ടായിരുന്നു. കഴുകി പിന്നെ ചെമ്മീനും പൊരിച്ചു. പുട്ടും ചെമ്മീനും ആട്ടോ വൈകിട്ട് കഴിക്കാൻ. പിള്ളേർക്ക് ഇഷ്ടമാണ് ചെമ്മീനും പുട്ടും കഴിക്കാനൊക്കെ, അവർ കഴിച്ചോളും. അപ്പോൾ അതുമൊക്കെ റെഡിയാക്കി. ഇനി എനിക്കൊന്ന് കുളിക്കണം. അപ്പോൾ ഞാൻ ഇനിയും കുളിയും പരിപാടിയൊക്കെ ആയിട്ട് പോയാൽ പിന്നെ അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി കുളിച്ച് വന്ന് ഫുഡും കഴിച്ച് കുഞ്ഞുങ്ങൾക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ കുരിശും വരച്ചാൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.